പത്മകുമാലകളാക്കി ഭൗതിക സാഗര തിരമാലകളെ പാദപത്മകുമാലകളാക്കി വന്ദേകങ്ങൾ പൊളിച്ചു നീക്കി അമരത്വത്തിൻ ഗീതം ചൊല്ലി അമരത്വത്തിൻ ഗീതം ചൊല്ലി മകമലപ്പൂവിലുദിച്ചു പ്രപഞ്ചവീണാനാദമുണർന്നു പ്രകാശദീപജ്യോതിയുയർന്നു ഹർഷമന്ത്ര പൊരുൾ ജ്വലിച്ചു 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 ദീപജ്വാലയാണി പടരും ഞങ്ങൾ ദർശന ദീപജ്വാലയാണി പടരും ഞങ്ങൾ സഞ്ചരിച്ച മന്ത്രച്ചരടുകൾ നർമ്മധനുസിഞ്ഞാണൊലിയാക്കും സഞ്ചരിച്ച മന്ത്രച്ചരടുകൾ നർമ്മധനുസിഞ്ഞാണൊലിയാക്കും സർവധർമ്മ സമഭാവങ്ങൾ സമത്വ സുന്ദര ജീവിതമന്ത്രം പകർന്നു നൽകി മാനവർക്കായി പരിവ്രാജകരാം ഭാരത സൂരികൾ പരിവ്രാജകരാം ഭാരത സൂരികൾ പരിവ്രാജകരാം ഭാരത സൂരികൾ ഭാരത സൂരികൾ ഭാരത സൂരികൾ ദയാപരം ഭാവം കൃപാകരം ദേവദേവേശം മമതാനവല്ലഭം വൃഷ്ണികുലേശ്വര സുരുചിരരൂപേ സംകാശശ്യാമമൂർത്തേ സംഘർഷണ സഖേ തവ പാദപദ്മങ്ങളിൽ എന്റെ മാനസ പൂജ ദേവ ദയാപരം ഭാവം കൃപാകരം മമതാനവല്ലഭം
സഭാഷ്. ഏറെ കാലത്തിനു ശേഷം രുക്മിണിയുടെ കൂടെ സത്യഭാമയും കൂടി നമ്മുടെ സന്നിധിയിലെത്തി നമ്മുടെ മനസ്സിന് ആനന്ദം കൊള്ളിച്ചിരിക്കുകയാണ്. നാം എന്ത് സമ്മാനമാണ് നിങ്ങൾക്ക് നൽകേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു. പരിഭവമൊന്നും തോന്നരുത്. 16,008 ഭാര്യമാർക്കും അങ്ങയെക്കുറിച്ച് ഒരു പരാതിയുമില്ല. എല്ലാവർക്കും അങ്ങ് പ്രിയപ്പെട്ടവൻ തന്നെ. പിന്നെ 8 ഭാര്യമാരിൽ പെടുന്ന ഈ സത്യഭാമയ്ക്ക് എന്തിനാണ് പരിഭവം, അല്ലേ രുക്മിണി? അതെ അതെ, അങ്ങ് സദാസമയവും രുക്മിണിയുടെ അന്തപുരത്തിലാണെന്ന് ജാമ്പവതിക്കൊരു പരിഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഫലിത രൂപത്തിലാണ് അവളത് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും രുക്മിണി തന്നെയാണ് ഭഗവാന്റെ യഥാർത്ഥ വാമഭാഗം. അതിലാർക്കും ഒരു പരിഭവവുമില്ല. എന്തു തന്നെയായാലും ദേവലോകത്തിലെ അപ്സരസുകൾ പോലും നാണിച്ചു പോകുന്ന നിങ്ങളുടെ ലാസ്യ നൃത്ത ഭാവങ്ങൾ കണ്ട് നാം സംപ്രീതനായിരിക്കുന്നു. വരൂ, നമ്മുടെ സമീപത്തിരിക്കൂ. അസ്ഥിരപുരത്തേക്കുള്ള യാത്ര ഇനി എന്നാണാവോ? നമ്മുടെ വരവ് കാത്തിരിക്കുകയായിരിക്കും പാണ്ഡവർ. യുദ്ധത്തിന്റെ പെരുമ്പറ ശബ്ദം അങ്ങ് അകലെ നിന്നും നാം കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഉടനെ തന്നെ നമുക്ക് യാത്രയാവേണ്ടതുണ്ട്. ഉറ്റമിത്രമായ അർജുനനെ കാണാൻ വൈകി കാണും, അല്ലേ? അർജുനനെ കാണാൻ വൈകി എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ പാണ്ഡവർ മൊത്തം നമ്മുടെ വരവിനായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. യുധിഷ്ഠിരനെ കണ്ട് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇനി താമസിച്ചുകൂടാ. ഭഗവാൻ കൃഷ്ണൻ വിജയിച്ചാലും അങ്ങയെ കാണാൻ അശ്വത്ഥാമാവ് കാത്തിരിക്കുന്നു. എന്ത്? ആ ദ്രോണപുത്രനോ? അയാൾക്ക് എന്താണാവോ ദ്വാരകാപുരിയിൽ കാര്യം? രുക്മിണി, അദ്ദേഹം വരട്ടെ. കാര്യമെന്താണെന്ന് നമുക്കറിയാമല്ലോ. വരാൻ പറയൂ. ശരി, ഉത്തരവ്. അയാളുടെ വരവിൽ ചില ഗൂഢതാല്പര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ബ്രാഹ്മണനാണെങ്കിലും അശ്വത്ഥാമാവിന്റെ ജീവിത രീതികൾ വഴിവിട്ടതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബാല്യകാലത്ത് അശ്വത്ഥമാവ് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് പോയവനാണ്. ഒരു ദുരന്ത ചരിത്രത്തിന്റെ ഭാണ്ഡം അശ്വത്ഥമാവിന്റെ ചുമരിൽ അപ്രത്യക്ഷമായി ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തായാലും വരട്ടെ. ദ്രോണപുത്രന് കൃഷ്ണസന്നിധിയിലേക്ക് സ്വാഗതം. ദ്വാരകാപതിയെ കാണുവാൻ നാളുകളേറെയായി ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നല്ല കാര്യം. ആശ്രത്തനായ അങ്ങയും ആസനസ്ഥനാണ്. രുക്മിണി, സത്യഭാമേ, നിങ്ങൾ അന്തഃപുരത്തിലേക്ക് പോയിക്കൊള്ളൂ. ഇനി പറയൂ, എന്താണ് അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം? കഴിഞ്ഞ കുറെ സംവത്സരങ്ങളായി ഞാൻ ഈ ഭാരതവർഷം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. എന്റെ മനസ്സ് അകാരണമായ അസ്വസ്ഥതകളാൽ നീറിപ്പുകഞ്ഞപ്പോൾ നാട് ചുറ്റാൻ ഇറങ്ങിയതാണ്. നാടും നാട്ടിലെ കാഴ്ചകളും അങ്ങയുടെ മനസ്സിന്റെ അസ്വസ്ഥതകളെ ദൂരീകരിക്കാൻ പര്യാപ്തമായില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അശ്വത്ഥമാവിന്റെ ധീരാ ദുഃഖങ്ങളെ മായ്ച്ചു കളയാൻ പര്യാപ്തമായ ഒരു കാഴ്ചകളും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കൃഷ്ണ. ദാരിദ്ര്യത്തിന്റെയും അവഗണനയുടെയും ഭൂതലത്തിൽ കാലുകൾ ബലമായി ഉറപ്പിച്ചു നിർത്തിയാണ് ഞാൻ വളർന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുരുനാഥൻ അവന്റെ അനുഭവങ്ങളാണ്. ഈ വിശ്വം കണ്ട ഏറ്റവും വലിയ യോദ്ധാവിന്റെ പുത്രനായി ജനിച്ചതാണ് അശ്വത്ഥമാവിന്റെ മഹത്വം. അതിലുപരി അജയ്യനായ പോരാളിയായി വളരുകയും ചെയ്തു. ഭൂതകാലത്തെക്കുറിച്ചോർത്ത് പിന്നെയും എന്തിനാണ് ഈ വ്യസനം? അതിനെ കരുത്താക്കി മാറ്റൂ. എന്റെ ബാല്യം തന്നെയാണ് എന്റെ കരുത്ത്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്നും ഒരു അപൂർണത ഒരു ശാപമായി എന്നെ വേട്ടയാടുകയാണ്. അത് പരിഹരിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. ഓഹോ, പൂർണ്ണനായി ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല ദ്രോണി. പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യജന്മം. അത് കണ്ടറിഞ്ഞ് ആസ്വദിച്ച് പ്രണയത്തോടെ ജീവിതത്തെ സമീപിക്കുക. നഷ്ടപ്പെട്ട മനസമാധാനം തിരിച്ചു വരും. കൃഷ്ണന്റെ
നിന്റെ ഓരോ സാരോപദേശങ്ങൾ കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷേ അത് കേട്ട് പുളകിതനാവാനോ പാതകൾ വെട്ടിത്തുറക്കുവാനോ ഞാനൊരു പാണ്ഡവനല്ല. എനിക്ക് വേണ്ടത് നിനക്ക് വേണ്ടത് അങ്ങയുടെ വിശ്വപ്രസിദ്ധമായ ചക്രായുധം. അതെനിക്ക് നൽകിയാൽ വെറുതെ വേണ്ട. പകരം എന്റെ പിതാവ് കഠിന തപസ്സിലൂടെ അഗസ്ത്യനിൽ നിന്നും സ്വായത്തമാക്കിയ ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രം ഞാൻ അങ്ങേക്ക് നൽകാം. നിന്റെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം പറയുന്നില്ല. നിന്റെ വരവിന്റെ ഗൂഢോദ്ദേശത്തെ പറ്റി ഞങ്ങൾ സംസാരിച്ചിരുന്നു. മനുഷ്യനും ദേവനും അസുരനും ഗന്ധർവനും ഒരുമിച്ച് വന്ന് തീർത്താലും എന്റെ ചക്രായുധത്തെ പരാജയപ്പെടുത്തുക അസാധ്യമാണ്. ഇതെല്ലാം നിനക്കറിയാം. അതുകൊണ്ട് നിനക്കത് പ്രയോഗിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നിനക്കത് കൊണ്ടുപോകാം. എവിടെ എവിടെ എവിടെ? അല്പം കാത്തിരിക്കൂ ദ്രൗണി. പിന്നൊരു കാര്യം, നീ തരാമെന്ന് പറഞ്ഞ ബ്രഹ്മശിരസ് നമുക്ക് ആവശ്യമില്ല. തയ്യാറായിക്കൊള്ളു. ദ്രൗണി, ചക്രായുധം എടുക്കുന്നില്ലേ? ഹേ ദ്രോണപുത്ര, നിന്റെ പിതാവിന്റെ ഉത്തമനും അതുല്യനുമായ ശിഷ്യനാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് അർജുനൻ. ആ അർജുനൻ പോലും തന്റെ ആയുധ പൂർണ്ണതയ്ക്കായി ചക്രായുധം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചോദിച്ചാൽ നാം കൊടുക്കുമായിരുന്നു. ഹിമാലയ പാർശ്വങ്ങളിൽ കഠിനമായ തപസ്സനുഷ്ഠിച്ച് നമുക്കും രുക്മിണിക്കും ജനിച്ച അതിതേജസ്വിയും വില്ലാളി വീരനുമായ നമ്മുടെ മകൻ പ്രദ്യുമ്നൻ ചോദിച്ചാലും നാം കൊടുക്കുമായിരുന്നു. പക്ഷേ അവനും നമ്മോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല. വിഡ്ഢിയും ദുരാചാരിയുമായ നിനക്ക് എങ്ങനെയാണ് ഇത്തരമൊരു ആഗ്രഹം ഉണ്ടായതെന്ന് നമുക്കറിയാം. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വിഗ്രഹങ്ങളെ തകർക്കാനായിരിക്കുമെന്നത് സുനിശ്ചിതമാണ്. ദ്വാരകാധീശ, സർവായുധങ്ങളിലും ശ്രേഷ്ഠമായ നിന്റെ ചക്രത്തെ ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണെന്ന് വ്യാഖ്യാനിച്ചുകൊള്ളു. എനിക്ക് വിരോധമില്ല. നിന്റെ ആയുധം കൊണ്ട് നിന്റെ പക്ഷത്തെ തോൽപ്പിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ വിധി എനിക്കെതിരായി പോയി. സാരമില്ല കൃഷ്ണ, സാരമില്ല. ബ്രഹ്മശിരസ് എന്റെ കയ്യിലിരിക്കുമ്പോൾ ഞാനെന്തിനും നിന്റെ ചക്രായുധത്തെ ആശ്രയിക്കണം? അത് വിട്ടുകളഞ്ഞേക്ക്. ഞാൻ യാത്രയാവുകയാണ്. എന്നെ അനുഗ്രഹിക്കണം. എല്ലാ നന്മകളും എനിക്ക് നീ നൽകണം. അല്ലയോ ദ്രൗണി, എന്റെ സന്നിധി പോകിയ ആരും തന്നെ വെറും കൈകളുമായി തിരിച്ചു പോയിട്ടില്ല. ഏതായാലും 2 കുതിരകളും അതിന് പുറത്തു വെക്കാവുന്ന ധനങ്ങളും രത്നങ്ങളുമായി നിനക്ക് ഇവിടെ നിന്ന് മടങ്ങിപ്പോകും. ഞാൻ സമ്പൂജനായി. അയ്യോ, പ്രഭു, പ്രഭു, അല്പം മുമ്പ് വാർത്തികന്മാർ പറഞ്ഞാണ് അങ്ങയുടെ ഈ പതനം ഞാൻ അറിഞ്ഞത്.
മഹാപുരുഷൻ എന്തെങ്കിലും ഈ അശ്വത്ഥാമാവിനായി അങ്ങയിൽ കരുതിയിട്ടുണ്ടാകും. സുയോധന, അങ്ങ് വിഷമിക്കരുത്. ദ്രൗണി, ഞാൻ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. അതറിയാമോ? അറിയാം പ്രഭു. ആ കൃഷ്ണൻ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ദ്രൗണി, എന്നെ ഒന്ന് താങ്ങിയിരുന്നു. സുയോധനന്റെ ശബ്ദം. അദ്ദേഹത്തിന്റെ ആത്മാവിനെയും ശരീരത്തെയും ആവാഹിച്ചു കളയാം. എഴുന്നേൽക്കൂ സുയോധന, എഴുന്നേൽക്കൂ സുയോധന. അങ്ങനെ ഹേ ദ്രോണപുത്ര, വിധികൽപ്പിതത്തിന്റെ കഥകൾ ചൊല്ലി ആ യാദവനും പാണ്ഡവരും ഇവിടെ നിന്നിറങ്ങിയിട്ട് നാഴികകൾ പിന്നിട്ടിരിക്കുന്നു. ഭീമനെ കൊണ്ട് എന്റെ ഊരുവിൽ പ്രഹരമേൽപ്പിക്കാൻ ചേഷ്ട കാട്ടിക്കൊടുത്ത് അവൻ പതിവ് പോലെ ധർമ്മനീതികളെ കുറിച്ച് വാചാലനായി. യുദ്ധത്തിന്റെ നീതിശാസ്ത്രം തെറ്റിച്ചുകൊണ്ട് ആ വൃഗോദരൻ വീണു കഴിഞ്ഞിട്ടും എന്റെ ശിരസിൽ ചവിട്ടുന്നത് അവൻ ആസ്വദിച്ചു നിന്ന് കണ്ടു. ധർമ്മവും നീതിയും ഗണികയുടെ ചാരിത്ര ഘോഷണമാണ് ഓർമ്മ വരുന്നത്. പുത്രൻ മരിച്ചാൽ ആയുധം താഴെ വെക്കുമെന്ന് ശപഥം ചെയ്ത എന്റെ പിതാവിനെ വധിക്കുവാനായി ജീവിച്ചിരിക്കുന്ന എന്നെ കൊന്നവനാണവൻ. അത് സത്യമാണോന്ന് ഉറപ്പിക്കാൻ എന്റെ പിതാവ് ധർമാനുചാരിയായ യുധിഷ്ഠിരനെ സമീപിച്ചപ്പോൾ കൃഷ്ണ നിർദ്ദേശപ്രകാരം ആ യുധിഷ്ഠിരനും ഞാൻ മരിച്ചെന്ന് കളവ് പറഞ്ഞു. ആയുധം ഉപേക്ഷിച്ച് ധ്യാനനിമഗ്നനായ എന്റെ പിതാവിനെ ആ ദൃഷ്ടദ്യുമ്നനെ കൊണ്ട് നീചമായി കൊല്ലിച്ചു. ഒന്നും ഞാൻ മറക്കില്ല, പൊറുക്കുകയുമില്ല. ചതിയുടെ ഗാഥകൾ എന്നും കൗരവർക്ക് പതിച്ചു കൊടുത്തവർക്ക് ഇതെല്ലാം ധർമ്മവിജയത്തിന്റെ കേവല ഘടകങ്ങൾ മാത്രം. ഈ അശ്വത്ഥാമാവ് ജീവിച്ചിരിക്കുമ്പോൾ പാണ്ഡവർക്ക് ഈ രാജ്യം സായത്തമാവില്ല സ്നേഹിത. പക്ഷേ സുയോധന, അങ്ങയോട് പലതവണ പണ്ഡിത ശ്രേഷ്ഠന്മാരും ഈ ഞാനും കർണപദത്തിന് തൊട്ടു മുമ്പ് യാചിച്ചു. യുദ്ധവിരാമത്തിനായി യുധിഷ്ഠിരൻ വഴങ്ങുമെന്നും പറഞ്ഞു. അന്ന് അങ്ങത് കേട്ടിരുന്നുവെങ്കിൽ ഈ ദുസ്ഥിതി അങ്ങേക്കുണ്ടാവുമായിരുന്നു. ഹേ ദ്രൗണി, ഭവാൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ അംഗീകരിച്ചിരുന്നുവല്ലോ. പക്ഷേ സമയം അപ്പോഴേക്കും വല്ലാതെ വൈകിയ കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു. പിടിച്ചു നിൽക്കാൻ അവർ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ കൃഷ്ണ സഹായത്താൽ അവരിപ്പോ നേടിയെന്ന് കരുതുന്ന വിജയം അവരൂറ്റം കൊള്ളുന്ന ധർമ്മമാർഗത്തിലൂടെയല്ല, ചതിയും ക്രൂരതയും മുഖമുദ്രയായി മാറിയവരാണ് ഇന്ന് പാണ്ഡവരെന്ന് നാം മനസ്സിലാക്കണം. അക്ഷന്തവ്യമായ അപരാധമാണ് അവർ കൗരവരോട് ചെയ്തത്. പക്ഷെ നാം ചെയ്തത് രാജ്യം നിലനിർത്തുവാനും ഭരിക്കുവാനുമുള്ള ഒരു രാജാവിന്റെ, ക്ഷത്രിയന്റെ ചെയ്തികൾ മാത്രമാണ്. എങ്കിലും പ്രഭു, പായിടം ഭരിച്ച രാജാവിന് വീരമൃത്യുവാകാം. പക്ഷെ ഇത് ദുസ്സഹമായ വേദനകൾ വേട്ടയാടുന്ന അങ്ങയുടെ ശരീരവും മനസ്സും എന്റെ എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടു പോകുന്നുവല്ലോ. സാരമില്ല ഗുരുപുത്ര, സാരമില്ല. മനുഷ്യന്റെ അവസ്ഥാന്തരങ്ങളാണ് ഇതെല്ലാം. കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് അത് മാറി മറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ
ദുര്യോധനൻ ഒരു നിമിത്തം മാത്രമാണ്. ഹേ ദ്രൗണി, അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ഈ പാരിടം ഭരിച്ചു, സർവജീവജാലങ്ങളെയും പരിപാലിച്ചു. ഞാൻ ശത്രുവായത് പാണ്ഡവർക്കാണ്, അവരുടെ സ്തുതിപാഠകർക്കാണ്. അവരത് പാടിപ്പരത്തട്ടെ. ദുര്യോധനൻ ഒരിക്കലും പാണ്ഡവരെ സ്നേഹിച്ചിട്ടില്ല. കാരണം അവരെന്റെ ശത്രുക്കളാണെന്ന ബോധവും ചിന്തയും ഞാൻ എന്റെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു. ദുര്യോധനൻ ശത്രുവിനോട് ദയ കാണിക്കുന്നവനല്ല, നീതി കാണിക്കുന്നവനുമല്ല. തോറ്റോടിയിട്ടില്ല. വീരനായ ക്ഷത്രിയനെ പോലെ കർമ്മകുശലതയോടെ ശത്രുവിനു നേരെ സിംഹത്തെ പോലെ പാഞ്ഞെടുത്തു. അവരുടെ സർവനാശം അതുമാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. നമ്മെ കാത്ത് നിത്യലോകങ്ങൾ ഒരുങ്ങി നിൽപ്പുണ്ടെന്ന് നമുക്കറിയാം. സുയോധനൻ വീണ്ടും മൃതപ്രായനായിരിക്കുന്നു. എന്റെ ശക്തി ചോർന്നു പോയോ? ഓ സുയോധന, എന്റെ പ്രിയപ്പെട്ട മിത്രമേ, സുയോധന! എന്റെ സുയോധനൻ മിണ്ടുന്നില്ലല്ലോ. ക്ഷുദ്രന്മാരായ പാണ്ഡവരെ, കാത്തിരുന്നുകൊള്ളൂ. ചതിയിലൂടെ എന്റെ പിതാവും നിങ്ങളുടെ ഗുരുനാഥനുമായ ദ്രോണാചാര്യർ വധിക്കപ്പെട്ടപ്പോൾ പോലും ഞാനിത്ര ദുഃഖിച്ചിട്ടില്ല. അശ്വത്ഥാമാവ് കരഞ്ഞിട്ടുണ്ട് അസംഖ്യം തവണ. ദാരിദ്ര്യ ദുഃഖത്താലും അപമാനത്താലും നിയന്ത്രണങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട്. വിശപ്പിന്റെ ജലരാഗ്നിയിൽ കരിഞ്ഞുണങ്ങിയിട്ടുണ്ട്. കൗരവരുടെ കൃപാകടാക്ഷമാണ് എന്നെ രക്ഷിച്ചത്. പക്ഷേ ഇപ്പോ എനിക്കിത് താങ്ങാനാവുന്നില്ലല്ലോ ഈശ്വര, എനിക്കിത് താങ്ങാനാവുന്നില്ലല്ലോ. എന്റെ പ്രിയമിത്രം മൗനിയായിരിക്കുന്നു. സുയോധന, കണ്ണു തുറക്കൂ പ്രിയമിത്രമേ, കണ്ണു തുറക്കൂ സുയോധന. സുയോധന, ഞാനിതാ അങ്ങയുടെ സവിധത്തിൽ വെച്ച് ശബ്ദം ചെയ്യുന്നു. എന്റെ പിതാവും കൗരവ സൈന്യാധിപനുമായിരുന്ന ദ്രോണരെ ചതിയിലൂടെ വെട്ടി വീഴ്ത്തിയ ആ ദൃഷ്ടദ്യുമ്നനെ ഞാൻ കാലപുരിക്കയക്കും. ആ കൃഷ്ണന് ഒന്നും ചെയ്യാൻ കഴിയാതെ വരും. പിന്നീട് സകല പാഞ്ചാല പുത്രന്മാരെയും ഞാൻ ദയയുടെ ഒരു അംശം പോലും കൊടുക്കാതെ അതിനീചമായി വധിക്കും. കാലന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ അവരെ വലിച്ചെറിയും. മിത്രമേ, എനിക്ക് അങ്ങയുടെ അനുമതി മാത്രം മതി. അത് നൽകിയാലും മൃത്യുവിലും എന്റെ മനസ്സിനൊരു കുളിർമ അനുഭവപ്പെടുന്നു. അവന്റെ വാക്കുകൾ എന്റെ വേദനകളെ
ഞാൻ ഉടനെ തിരിച്ചെത്താം. കാലമേ, നിന്റെ മടിത്തട്ടിൽ നിന്നും ഈ രാജാവിത പറന്നുയരാൻ പോകുകയാണ്. അതിനു മുൻപ് ഒരു പുണ്യപ്രവൃത്തി കൂടി, ഒരു പുണ്യപ്രവൃത്തി കൂടി. അതുവരെ എന്റെ പ്രാണനെ പിടിച്ചു നിർത്താൻ ദയ കാണിക്കണേ. ഈ ദുര്യോധനൻ ചെയ്ത എണ്ണമറ്റ യജ്ഞങ്ങളുടെ പ്രസാദങ്ങൾ എന്റെ ശിരസിൽ തൂക്കിയാലും ഞാൻ പരിപാലിച്ച ഹേ രാജലക്ഷ്മി, ഈ പുത്രനെ കാത്തുകൊള്ളണമേ. സുയോധന, നീ പരിപാലിച്ച നാട് നിന്നെ കൈവിടില്ല ഉണ്ണി. ഇനിയും ധൈര്യമായിരിക്കാം. നിന്റെ കാതുകൾ ശുഭകരമായ വാർത്തകൾക്കായി തുറന്നിരിക്കുക തന്നെ ചെയ്യും. കൃപാചാര്യ, എനിക്കുത്തമ ബോധ്യമുള്ള കാര്യമാണ് അങ്ങ് പറഞ്ഞത്. ധൃതിയിൽ ഞാൻ അങ്ങേ എത്തിക്കാൻ അശ്വത്ഥാമാവിനോട് പറഞ്ഞത് അതിനാക്കും കൂട്ടാനാണ്. കുരുക്ഷേത്രത്തിലെ വിദൂര ദൃശ്യങ്ങൾ എനിക്കന്യമാണ്. പാണ്ഡവർ വിജയശ്രീലാളി നിരന്ന് മേനി നടിച്ച് രംഗം വിട്ടുകാണും അല്ലേ? വിജയത്തിന്റെ ശംഖനാഥം മുഴക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണവർ. എല്ലാ വെല്ലുവിളികളും തീർത്തിരിക്കുന്നുവെന്ന് അവർ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഒരിക്കലും അതനുവദനീയമാക്കരുത്. ദ്രോണരക്തം വീണ കുരുക്ഷേത്രം ബ്രഹ്മഹത്യാലും പങ്കിലമായിരിക്കുന്നു. ആ ശാപം അവനെ പിന്തുടരാതിരിക്കില്ല. തീർച്ചയായും ദ്രോണരുടെ ഘാതകനായ ദൃഷ്ടദ്യുമ്നൻ പ്രതികാരം ചെയ്ത സന്തോഷം